വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, വെൽക്കം ടു യാ സൊല്യൂഷൻസ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് നമ്മൾ റൂഫ്സ് ബേസ്മെൻറ്റിൽ നിന്ന് റൂഫ് വരെ നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പം നമുക്ക് നോക്കാൻ പോകുന്നത് ഷെയ്ഡ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റെവിറ്റിലാണുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഷെയ്ഡ് ആകുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫ്ലാറ്റ് ഷെയ്ഡും പിന്നെ നമുക്ക് അതേപോലെ സ്ലോപ്പ് ഷെയ്ഡും ഒക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് നിലയാണ് വെക്കുന്നത്. മേലത്തെ നിലയിൽ സ്ലോപ്പ് റൂഫാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ താഴത്തെ നിലയിൽ നമ്മൾ അതേപോലെ ഒരു യൂണിഫോം ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ലോപ്പായിട്ട് ഷെയ്ഡ് കൊടുക്കും. ഞാനിപ്പോൾ ഓരോ താഴത്തെ നില മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഫ്ലാറ്റും കാണിച്ചു തരാം, സ്ലോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. നമ്മളതിന് ലെവൽ 2 പോകാം. ലെവൽ 2 ഇവിടെ സെക്ഷൻ വ്യൂസ് ഉണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഷെയ്ഡും നമ്മൾ എന്ത് മെറ്റീരിയലിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് മോഡലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ റൂഫിൽ തന്നെയാണ് നമ്മൾ ഷെയ്ഡും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റൂഫിനകത്ത് ഞാൻ റൂഫ് എടുക്കുക. ഇതിനകത്ത് റൂഫ് ബൈ ഫുട് പ്രിൻറ്റ് എന്നുള്ളതാണ് നമ്മൾ പിന്നെയും എടുക്കേണ്ടത്. ഇപ്പോൾ റൂഫ് ബൈ ഫുട് പ്രിൻറ്റ് എന്നുള്ളത് ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ വേണ്ടതെന്ന് പറയുന്നത്, ഞാനിവിടെ എനിക്കൊരു എഡിറ്റ് ടൈപ്പ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എടുത്തിട്ട് ഞാനിവിടെ ഫ്ലാറ്റ് ഷെയ്ഡ് എന്നുള്ളത് കൊടുക്കുക. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്ലാറ്റ് ഷെയ്ഡ് എന്നുള്ളത് കൊടുത്തു. എഡിറ്റ് ടൈപ്പ് പോകുന്നു. ഇവിടെ ഡീഫോൾട്ട് റൂഫ് തന്നെയാണ് മെറ്റീരിയൽ കിടക്കുന്നത്. ചിലപ്പോൾ ആ ഓടായിരിക്കും, അത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് വേറെ വല്ലതും കോൺക്രീറ്റോ അതുപോലെ വല്ലതും നമുക്ക് എടുക്കാം. കോൺക്രീറ്റ് പ്രികാസ്റ്റ് എന്നുള്ളത് ഞാൻ എടുത്തു ഷെയ്ഡിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് തിക്നെസ് 10, 12, 8 ഇങ്ങനെയൊക്കെ ആയിട്ട് വെക്കും. നമുക്ക് 10 ഇതിനകത്ത് കൊടുക്കാം. ഓക്കെ, 10 കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൊസിഷൻ, അതാണ് നമുക്ക് റൂഫിലും ഷെയ്ഡിലും തമ്മിൽ ഡിഫറൻസ് കൊടുക്കുന്ന ഒരു മെയിൻ ഫാക്റ്റ്. ഇപ്പോൾ ബേസ് ഓഫ്സെറ്റ് ഫ്രം താഴെ നിന്ന്, ഇപ്പോൾ ലെവൽ 2 നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ബേസ് ഓഫ്സെറ്റ് ഇതിന് എത്രയായിരിക്കും, നമ്മൾ ആക്ച്വലി അതിനെ പ്ലേസ് ചെയ്യേണ്ടത് 210 ആ ഒരു ഹെഡ് ഹൈറ്റിലാണ് നമ്മൾ ഷെയ്ഡുകളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. സോ 210 ബേസ് ഓഫ്സെറ്റ് ഫ്രം എന്നുള്ളത് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ കൊടുത്തു. എന്നിട്ട് ഇനിയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഈവൻ ആ ഒരു വിൻഡോയിന് മാത്രമായിട്ട് എനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതർവൈസ് ഞാനിപ്പോൾ റണ്ണിങ് ഷെയ്ഡാണ് കാണിക്കുന്നത്. ഞാനിത് മൊത്തത്തിൽ റണ്ണിങ് ഷെയ്ഡ് എടുത്തിട്ട് വരയ്ക്കാം. നമുക്ക് ഷെയ്ഡാകുമ്പോൾ രണ്ട് ഇതായിട്ട് കിട്ടണം. ഔട്ട്ലൈൻ എന്ന് പറയുന്നത് രണ്ട് ഔട്ട്ലൈനായിട്ട്, ഇന്നർ റെക്റ്റാങ്കിൾ പിന്നെ ഔട്ടർ റെക്റ്റാങ്കിളായിട്ട് വേണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങുന്നതെന്ന് പറയുന്നത് ക്ലോസ്ഡ് അല്ല, അതൊരു ഹോളോ ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ മാത്രം വരുന്നതായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഒരു മോഡലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററിലാണ് ഔട്ടർ ലൈൻ ഉണ്ടാവുന്നത്. പിന്നെ വാളിൻ്റെ അടുപ്പിച്ചാണ് അതിൻ്റെ ഇന്നർ ലൈൻ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ലൈൻ വരയ്ക്കണം. ആദ്യം പിക്ക് ലൈൻ എടുക്കുക, ഓഫ്സെറ്റ് ഒന്നുമില്ല, സ്ലോപ്പും ഇല്ല, ഞാൻ ഫ്ലാറ്റാണ് വരയ്ക്കാൻ പോകുന്നത്. സോ സ്ലോപ്പ് ഇവിടെ കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഔട്ടർ വാൾ മാത്രം പിക്ക് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് ഇത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിൻ ലൈൻ വെച്ചേക്കാം. അപ്പോൾ ഏതാ ബേസ്മെൻറ്റ്, പിന്നെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണിച്ചാൽ അറിയാം, കണ്ടോ ഇത് ഫൗണ്ടേഷനാണ്. സോ നമ്മൾ ബേസിക് വാളിനെ തൊട്ടിട്ടാണ് വേണ്ടത്, ഫൗണ്ടേഷനെ തൊട്ട് ബേസ്മെൻറ്റിനെ ടച്ച് ചെയ്യരുത്. നമുക്ക് ഇവർ വാളാണ് വേണ്ടത്. ഞാനിപ്പോൾ തിൻ ലൈൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അതിന് വേണ്ടി വെച്ചതാണ്. ഞാനിപ്പോൾ ആ ഒരു ഇന്നർ ലൈനാണ് വരയ്ക്കുന്നത്. റണ്ണിങ് ഷെയ്ഡാണ്. സോ ഞാൻ ഫുള്ള് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഒരു ഓഫ്സെറ്റ് 60 കൊടുത്തിട്ടാണ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈന്, അതർവൈസ് ആ വാൾ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ആ ഒരു 60ൽ ഒരു ഷെയ്ഡും കൂടെ ലൈനും കൂടെ വരും. ഇപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് കണക്റ്റഡ് ആണ്, അതർവൈസ് നമ്മൾ ഒരു ഫില്ലറ്റും കൂടെ എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഓക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഓക്കെ കൊടുത്തപ്പോഴത്തേക്കും ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 3D നോക്കാം. 3D നോക്കുമ്പോൾ എക്സാക്ട്ലി ആ ഒരു 210 ബേസിലാണ് നമുക്ക് ഈ ഒരു റണ്ണിങ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ തന്നെ കുറേ ഷേപ്പുകളും സൈസുകളും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ എക്സ്ട്രൂഷനിലെ കൂടെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അപ്കമിങ് ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെയാണ് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പിന്നെ സ്ലോപ്പ് ഷെയ്ഡ് ആണെങ്കിലോ, ഞാനിതിനെ ഡിലീറ്റ് ചെയ്യുക, സ്ലോപ്പ് ഷെയ്ഡിലോട്ട് പോകാം. ലെവൽ 2 എടുത്തു.
ലെവൽ 2 എടുത്തു കഴിഞ്ഞ് പിന്നെ അത് റൂഫ് തന്നെയാണ്. റൂഫ് ബൈ ഫുട് പ്രിൻ്റ് എടുത്തിട്ട് എഡിറ്റ് ടൈപ്പ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റിൽ ഞാനൊരു സ്ലോപ്പ് ഷെയ്ഡ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് ഒരു വലിയ ബിൽഡിംഗ് അല്ലെ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡൽസും കോമ്പണൻസും കാണും. അപ്പോൾ അതെല്ലാം അങ്ങനത്തെ പേരിലാണ് നമുക്ക് ചെയ്തു വെക്കാനുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എഡിറ്റ് ചെയ്യുകയാണോ ഡിലീറ്റ് ചെയ്യാനോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഡീഫോൾട്ട് റൂഫ് എടുത്തോളാം. ഞാൻ കൂറ് പോലെയല്ലേ വെക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡീഫോൾട്ട് റൂഫിന് എടുത്തേക്കാം. ഈ ഒരു ഇതെടുത്തേക്കാം. ഓക്കെ, ഇതും ഞാൻ 10 തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ബേസ് ഓഫ്സെറ്റ് ഫ്രം 210 നേരത്തെ കൊടുത്തതിൽ നിന്ന് നമ്മൾ എടുത്തതുകൊണ്ട് അതേപോലെ ബേസ് ഓഫ്സെറ്റ് 210 എന്നുള്ളത് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതേപോലെ തന്നെയാണ് വിത്തൗട്ട് ഡിഫൈൻ സ്ലോപ്പ്. ഞാൻ പിക്ക് ലൈൻ എടുക്കുക. ഈ ഡിഫൈൻ സ്ലോപ്പ് ഇല്ലാതെ ഞാൻ വോളിനെ പിക്ക് ചെയ്ത് ലൈൻ കൊണ്ടുപോവുക. ഇതിനകത്ത് 2 ലൈൻസ് ഉണ്ടല്ലോ, ഇന്നർ ലൈന് വോളിനെ തൊട്ടുണ്ടാവും, പിന്നെ ഉള്ളത് കുറച്ച് ഓഫ്സെറ്റ് ഇച്ചിരി നീങ്ങി പ്രൊജക്റ്റ് ചെയ്ത് കാണും. ഓക്കെ, ഇന്നർ ലൈൻ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി പിന്നെ ഔട്ടർ ലൈൻ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ 60 എന്നുള്ളത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഡിഫൈൻ സ്ലോപ്പ് എന്നുള്ളത് ചെക്ക് ചെയ്ത് വിടുക. ഇത് ഫോർ സ്ലോപ്പ് ഷെയ്ഡ്സ്. അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കുക. ഇത് 30 ഡിഗ്രിയാണ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. 30 വേണ്ട, 20 വേണം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് ഇവിടെ ഡയമെൻഷൻസിനകത്ത് 30 എന്നുള്ളതുണ്ട്. അതർവൈസ് നമ്മൾ ഈ ഒരു ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആംഗിൾ കാണിക്കും. അവിടെ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതർവൈസ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് പാനലിനകത്ത് സ്ലോപ്പ് 30 ഡിഗ്രി എന്നുള്ളതുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ 30 ആണ് ഡീഫോൾട്ട്. ദറ്റ് ഈസ് ഇനഫ്. പക്ഷേ ഇഫ് ഇൻ കേസ് എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞു. ഞാനിപ്പോൾ 3D പോയി നോക്കാം. കണ്ടോ, എനിക്ക് ആ ഒരു സ്ലോപ്പ് ഷെയ്ഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മെറ്റീരിയൽസൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് സെഷൻസിലൊക്കെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് സ്ലോപ്പ് ഷെയ്ഡ് പിന്നെ നോർമൽ ഫ്ലാറ്റ് ഷെയ്ഡും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇഫ് ഇൻ കേസ് നമുക്ക് ഇതിനകത്തുള്ള ബോക്സ് ടൈപ്പ് ഈ മോഡേൺ വില്ലേഴ്സിനൊക്കെ വരുന്നത് ടൈപ്പ് പോലൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. താങ്ക് യു.